കുട്ടാപ്പി? അതെ. കുട്ടാപ്പി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നു. കുട്ടാപ്പി നോക്കൂ 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 നമ്മുടെ ബോർഡ് ഹസൻ സിറ്റി കോർപ്പറേഷൻ. പക്ഷേ നമ്മൾ പോകുന്നത് സക്കലേശ്പുര. അതായത് ഹസന്റെ ഒരു ഭാഗമാണ് സക്കലേശ്പുര കുട്ടാപ്പി, കേട്ടോ. കുട്ടാപ്പി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കുട്ടാപ്പി? കുട്ടി വ്ളോഗർ കുട്ടാപ്പി സംസാരിക്കുന്നു. പറയൂ കുട്ടാപ്പി പറയൂ. യെസ്, വി ആർ ഗോയിങ് ടു സക്കലേശ്പുര. എവിടേക്കോ ഇവര് കൊണ്ടുപോകുന്നുണ്ട്. ഞാനിങ്ങനെ കിടക്കുന്നുണ്ട്. പോണ സ്ഥലത്തേക്ക് ഞാൻ പോകും അല്ലേ കുട്ടാപ്പി? ഇപ്പം ഞാൻ ബിസിയാണ്. ഞാൻ എൻ്റെ കാലൊന്ന് പിടിച്ച് കടിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ കുട്ടാപ്പി പറഞ്ഞതുപോലെ നമ്മുടെ ഇത്തവണത്തെ യാത്ര സക്കലേശ്പുരയാണ്. സക്കലേശ്പുര ഏതാണ്ട് ബാംഗ്ലൂരിൽ നിന്നും ഒരു 5 to 6 hour ജേർണി ഉണ്ട്. ഏതാണ്ട് നമ്മുടെ കൂർഗ്, മടിക്കേരി, അതുപോലെ തന്നെ അത്രയധികം ഫേമസ് അല്ലാത്ത ഒരു ഹിൽ സ്റ്റേഷനാണ് സക്കലേശ്പുര. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ തന്നെ റോഡിൻ്റെ 2 സൈഡിലും ഫുള്ള് കോഫി പ്ലാന്റേഷൻസാണ്. അപ്പോൾ നല്ലൊരു സെനിക് ബ്യൂട്ടിയാണ് ആക്ച്വലി നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ. പച്ചപ്പ് നിറഞ്ഞിട്ട്, പിന്നെ നമുക്കറിയാം ജൂലൈ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നല്ല മഴയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ മഴ എന്ന് മാത്രമല്ല, നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ കാണുന്നത് പോലുള്ള മെഡോസ് നിങ്ങൾക്ക് റോഡ് സൈഡിലൊക്കെ കാണാം. ഒരുപാട് നമുക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല നല്ല സ്പോട്ടുകളുണ്ട്. പക്ഷേ മഴയായ കാരണം ഞങ്ങൾക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. സക്കലേശ്പുരയിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ബിസ്ലേഘട്ട് വ്യൂ പോയിൻ്റ്. അത് നമുക്ക് വണ്ടിയിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ട്രക്കിങ്ങോ അങ്ങനെയൊന്നുമില്ല. ഇതുപോലെ ചെറിയൊരു കയറ്റം കയറണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ബിസ്ലേഘട്ട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കറിയാം വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് മലകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണല്ലോ സാധാരണ വ്യൂ പോയിൻ്റ് വയ്ക്കുക. പക്ഷേ ഞങ്ങളുടെ നിർഭാഗ്യം കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മഴയാണല്ലോ, അപ്പം ഫുള്ള് കോടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ മൊത്തം വെള്ള, എന്താ പറയുക, കോടമഞ്ഞിലെ ഒളിച്ചിരിക്കുന്ന മലകൾ. ഇതാണ് മല. കണ്ടില്ലേ മഞ്ഞിൽ ഒളിച്ചിരിക്കുന്ന മല കണ്ടില്ലേ? നമ്മൾ ബിസ്ലേഘട്ട് നിന്ന് വരുന്ന വഴിയല്ല, കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു കാട്ടു പൂഞ്ചോലയാണ് നിങ്ങളീ കാണുന്നത്. കാട്ടു പൂഞ്ചോല എന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല രൗദ്രഭാവത്തിൽ ഒഴുകുന്ന ഒരു പുഴയാണ്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ മഴ പെയ്ത കാരണം കൊണ്ടായിരിക്കും നിറഞ്ഞ് ഒഴുകുകയാണ്. അപ്പോൾ അതൊരു നല്ല അട്രാക്ഷനായിരുന്നു ഈ ബിസ്ലേഘട്ട് വ്യൂ പോയിൻ്റ് അടുത്ത്. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞ് നല്ല വാട്ടർഫോൾസൊക്കെ കാണാം. നമുക്ക് ഇറങ്ങാനൊന്നും അത്ര പറ്റില്ല, എന്നാലും കാണാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ചെറിയ വാട്ടർഫോൾസൊക്കെ ആയിട്ട് നല്ല രസമുള്ള വഴിയാണ്. പിന്നെ വഴി മൊത്തം കോടയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇരുട്ടാവുന്നതിന് മുന്നേ അവിടെ നിന്നും തിരിച്ചു പോരുന്നതായിരിക്കും സേഫ്.
അപ്പോൾ സകലേശ്പുരയുടെ ബാക്കി വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.